ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വാഴക്ക ബജിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട്. അത് നല്ല തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അതൊക്കെ മുറിച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് കടലപ്പൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് അരിപ്പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുത്തിട്ട് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ കട്ടകളൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ലൈസസ് ആയിട്ട് ഇതിൽ ഇട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ചൂടുള്ള എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായി എണ്ണയിലേക്ക് ഇട്ടു. ഇനി നമുക്കിത് നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴക്ക ബജി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ബജികൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സോസും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. അപ്പോൾ ആ സോസിന് പകരം ഈ ഒരു ചട്നി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാ സോസിൻ്റെ കൂടെയും കഴിക്കാം, പക്ഷേ ഈ ഒരു ചട്നിയുടെ കൂടെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ആ ചട്നി തയ്യാറാക്കാൻ വലിയ പണിയൊന്നുമില്ല. ആകെ 3 തക്കാളി എടുക്കുക, അതിലേക്ക് മല്ലിയിലിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരി ഇട്ട് മിക്സ് ചെയ്തൊന്ന് അടിച്ചെടുക്കുക. അത്ര മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചൊരു വാഴക്ക ബജി എടുക്കുക, ഇതിൽ ഡിപ്പ് ചെയ്യുക, കഴിക്കുക. വേറെ ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ. ഇത് കഴിച്ച് പെട്ടെന്ന് തന്നെ കാലിയാവും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.